അയൽവാസിയായ യുവാവുമായുള്ള സൗഹൃദമാണ് പത്തനംതിട്ട സ്വദേശിനിയായ പെൺകുട്ടിയുടെ ജീവിതം തകർത്തത്. അയാൾ പ്രണയം നടിച്ച അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. പിന്നീട് പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പ്രചരിപ്പിച്ചു. ആ ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം അവളുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം സ്ഥാപിച്ചു. അങ്ങനെ 60ഓളം പേരാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ ജീവിതം പിച്ചി ചീന്തിയത്. അതിൽ പ്രായപൂർത്തിയാകാത്ത അവളുടെ സഹപാഠികളുമുണ്ട്. പത്തനംതിട്ട പോക്സോ കേസിനെ കുറിച്ച് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ആ കഥകൾ കേട്ട് ഞെട്ടിയതാണ്. അങ്ങനെയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതികളുള്ള കേസായി ഇത് മാറുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത് 3 മാസം തികയും മുൻപേ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 59 പ്രതികളുള്ള കേസിൽ വിദേശത്തുള്ള 2 പേർ മാത്രമാണ് ഇനി പിടിയിലാകാനുള്ളത്. കേരളത്തെ ഞെട്ടിച്ച പോക്സോ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അയൽവാസിയും സഹപാഠിയും സുഹൃത്തുമടക്കമുള്ള 59 പേരാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്. ഇതിൽ 57 പേരെ അറസ്റ്റ് ചെയ്താണ് പോലീസ് പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി 1 കുറ്റപത്രം സമർപ്പിച്ചത്. വിദേശത്തുള്ള 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷനുകളിലായി 30 കേസുകളാണ് എടുത്തത്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, പട്ടികജാതി പീഡന നിരോധന നിയമം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ ചുമത്തിയാണ് കേസ്. പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ യുവാവാണ് ആദ്യം പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. ഈ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്താണ് മറ്റു പ്രതികൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പത്തനംതിട്ട, റാന്നി എന്നിവിടങ്ങളിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചും പെൺകുട്ടി ക്രൂരപീഡനത്തിന് ഇരയായി. പെൺകുട്ടിയുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സഹായകരമായത്. ഒട്ടേറെ അപൂർവതകളുള്ള കേസാണിത്. പീഡന പരമ്പര സ്ഥിരീകരിക്കുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർ പ്രതികളായ സംഭവം. പ്രതിപട്ടികയിൽ പ്രായപൂർത്തിയാകാത്ത 5 പേരുമുണ്ട്. ഇലവന്തിട്ട സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഇലവന്തിട്ടയിൽ 17ഉം പത്തനംതിട്ട സ്റ്റേഷനിൽ 12ഉം മലയാലപ്പുഴ, പന്തളം, കല്ലമ്പലം സ്റ്റേഷനുകളിൽ ഓരോ കേസ് വീതവും രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് 2 പ്രതികളെ ഇനി പിടികിട്ടാനുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട.